അങ്ങനെ നമ്മുടെ ആന്ധ്രയാത്രയ്ക്ക് ശേഷം നമ്മൾ പോണത് തെലങ്കാനയിലെ ഹൈദരാബാദിലേക്കാണ്. നമ്മുടെ പെട്ടെന്നുള്ള യാത്രാ പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീപ്പറൊന്നും കിട്ടിയില്ല. സോ നമ്മൾ എല്ലാ പ്രാവശ്യം പോകുന്ന പോലെ തന്നെ ജനറലിലാണ് ഇപ്രാവശ്യം പോകുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡെയിലി സെക്കന്ദരാബാദിലേക്ക് ഓടുന്ന ട്രെയിനാണ് ശബരി എക്സ്പ്രസ്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അത് ഏകദേശം ഉച്ചക്ക് 12:45 ഉള്ളത്. ഏകദേശം ഒരു ദിവസം പിടിച്ച് നമ്മൾ തെലങ്കാനയിലെ മെയിൻ സ്റ്റേഷനായ സെക്കന്ദരാബാദിലെത്തും. ജനറൽ യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഓഫ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും യാത്ര. ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടാവും. സമാധാനമായിട്ട് ഉറങ്ങുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ താഴത്താണ് സീറ്റിലാണ് ഇരിക്കണമെങ്കിൽ നമ്മുടെ കാലേക്കും പലരുടെ തലയാണി. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമ്മൾ ഈ ട്രെയിനിലുണ്ടായ ടൈം ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ അതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാനിങ്. ഹോട്ടൽ വെറൈറ്റി പോയിട്ട് ഒരു ഹൈദരാബാദ് ബിരിയാണി അടിക്കാനായിരുന്നു. അങ്ങനെ ബിരിയാണി അടിച്ച ശേഷം ഞങ്ങൾ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ ഇറങ്ങി. നമ്മൾ ആദ്യം വിട്ടത് ഹുസൈൻ സാഗറിലേക്കാണ്. പക്ഷേ ഞങ്ങൾ പോയത് ഉച്ചക്കായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. സോ ഇത് നൈറ്റ് വന്ന് കാണുന്നതാണ് അടിപൊളി. ഈ ലേക്കിൻ്റെ ഇവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. ഞങ്ങൾ ഉച്ചക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ പയ്യെ പയ്യെ എല്ലാ സ്ഥലങ്ങളും നടന്ന് കണ്ടുപോയി. പക്ഷെ നൈറ്റാണ് ഇതിനേക്കാൾ വൈബ് ഉണ്ടാവുക. നമ്മൾ ഇത് കണ്ട ശേഷം നമ്മൾ നേരെ വിട്ടത് ബിർള മന്ദിർ കാണാനാണ്. ഞങ്ങൾ അന്നത്തെ ദിവസം മുതലാക്കിയത് ശരിക്കും ഈ ബിർള മന്ദിർ കണ്ടിട്ട്. ഹൈദരാബാദ് സിറ്റിയിലെ ശരിക്കുള്ള ബ്യൂട്ടി കാണണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ പോകണം. പിന്നൊരു കാര്യം, ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ മാത്രം പറ്റുള്ളൂ. നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ തന്നെ നമ്മുടെ ഫോണൊക്കെ അടിയിൽ ലോക്കർ റൂമിൽ മേടിച്ചു. സോ നമുക്ക് കണ്ടിറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ്. എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്.